പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലേക്ക്. ഇറാനിലെ സിവിലിയൻ ഗതാഗത സംവിധാനങ്ങളെയും തന്ത്രപ്രധാന മേഖലകളെയും ലക്ഷ്യമിട്ട് അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. തെക്കൻ ഇറാനിലെ റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, പ്രധാന പാലങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് US മിസൈൽ ആക്രമണം ഉണ്ടായത്. തുടർച്ചയായ 6ാം ദിവസമാണ് അമേരിക്ക ഇറാനിൽ ആക്രമണം തുടരുന്നത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ ഗതാഗത ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക പുതിയ ആക്രമണം അഴിച്ചുവിട്ടത്. തെക്കുകിഴക്കൻ ഇറാനിലെ ഇറാൻ ഷഹർ വിമാനത്താവളത്തിന് നേരെ മിസൈൽ പതിച്ചതായും ഇതേ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ഇതിനു പുറമെ ബദർ അബ്ബാസിലെ പ്രധാന റെയിൽവേ ജംഗ്ഷൻ സ്റ്റേഷനും US ലക്ഷ്യമിട്ടു. റെയിൽവേ സ്റ്റേഷന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ഹോർമുസ്ഖാൻ പ്രവിശ്യയിലെ പ്രധാനപ്പെട്ട 2 പാലങ്ങളും അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നു. ഈ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ രാജ്യത്തെ പവർ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ സൈനിക പ്രതിരോധശേഷി പൂർണ്ണമായും തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. വ്യാഴാഴ്ച രാത്രി ആരംഭിച്ച ആക്രമണം 6ാം ദിവസവും വിജയകരമായി പൂർത്തിയാക്കിയെന്നും മേഖലയിൽ 50,000-ലധികം US സൈനികരെ വിന്യസിച്ചിട്ടുണ്ടെന്നും പെന്റഗൺ അറിയിച്ചു. കഴിഞ്ഞ മാസം ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ ഇതോടെ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അമേരിക്കൻ നീക്കത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകുന്നത്. മേഖലയിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ബഹ്റിലെ സാക്കിർ എയർബേസിലുള്ള US യുദ്ധവിമാനങ്ങൾക്ക് നേരെ ഇറാൻ പ്രത്യാക്രമണം നടത്തി. ബഹ്റിനിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ മുഴങ്ങി. കുവൈറ്റിലെ US താവളങ്ങൾക്ക് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. കുവൈറ്റ് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഈ മിസൈലുകളെ പ്രതിരോധിച്ചതായാണ് റിപ്പോർട്ട്. ഖത്തറും തങ്ങൾക്ക് നേരെ വന്ന മിസൈൽ ആക്രമണങ്ങളെ തടുത്തതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ഗൾഫ് മേഖലയിലാകെ യുദ്ധഭീതി പടർന്നിരിക്കുകയാണ്. ലോകത്തെ എണ്ണവാതക വിതരണത്തിന്റെ കാൽഭാഗത്തോളം കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിൽ യുദ്ധം മുറുകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. ഇന്ധനവില ക്രമാതീതമായി ഉയരാൻ ഇത് ഇടയാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ ചെങ്കടലിലെ ബാബലന്തബ് കടലിടുക്ക് കൂടി ഉപരോധിക്കാൻ തങ്ങളുടെ സഖ്യകക്ഷികളായ ഹൂതികളോട് ആവശ്യപ്പെടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധ സാഹചര്യം ലോകത്തെ എങ്ങോട്ട് നയിക്കുമെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. അതിനിടെ രാജ്യത്തെ ജനങ്ങളോട് യുദ്ധത്തിന് സജ്ജരാകാൻ ആഹ്വാനം ചെയ്ത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖബ്ബർ കാലിബാഹ് ഇറാന്റെ സുരക്ഷയ്ക്കും ദേശീയ താൽപര്യങ്ങൾക്കും ഭീഷണി ഉണ്ടായാൽ അവസാന തുള്ളി രക്തം വരെ പോരാടാൻ ഓരോ പൗരനും തയ്യാറായിരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിർണായകമായൊരു ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യം ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ഇപ്പോഴും അതിന് ശ്രമിക്കുന്നില്ലെന്നും കാലിബാഹ് ഊന്നി പറഞ്ഞു. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അതിനെ നേരിടാൻ രാജ്യം സുസജ്ജമായിരിക്കണം. സൈനിക സജ്ജതയ്ക്കൊപ്പം തന്നെ നയതന്ത്ര ചർച്ചകൾക്കും മറ്റു മാർഗങ്ങൾക്കും രാജ്യം തുല്യ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചർച്ചകളും പ്രതിരോധവും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ നയതന്ത്ര ഇടപെടലുകൾ നടത്തുമെങ്കിലും രാജ്യത്തിന്റെ പരമാധികാരത്തിന് വിട്ടുവീഴ്ചയില്ലെന്ന് കാലിബാഹിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ ജനങ്ങളുടെ ഐക്യവും സൈന്യത്തിന്റെ കരുത്തും ഒരുപോലെ ആവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സൈനികമായ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ തന്നെ രാജ്യത്തിന്റെ വികസനത്തെയും സാമ്പത്തിക താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനായുള്ള നയതന്ത്ര നീക്കങ്ങൾക്കും ഇറാൻ നേതൃത്വം മുൻഗണന നൽകുന്നുണ്ട്. ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഈ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുമ്പോഴും പ്രതിരോധത്തിനായി അവസാന നിമിഷം വരെ പോരാടാൻ ജനങ്ങളെ സജ്ജമാക്കുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. നയതന്ത്രം കൊണ്ടും ആയുധം കൊണ്ടും രാജ്യത്തെ സംരക്ഷിക്കാൻ ഇറാൻ ഉറച്ചു നിൽക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ എന്ത് സംഭവിക്കുമെന്ന ഭീതിയിലാണ് ലോകം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.